പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ്. ഭ്രമിക്കാതിരിക്കുക. സ്വാമിജി പറയുകയാണ്, ഭ്രമം പലതരത്തിലുണ്ട്. ചിലർ മദ്യഭ്രമക്കാരായിരിക്കും, ചിലർ സിഗരറ്റ് ഭ്രാന്തർ, ചിലർ കരുതും ലോകം അടുത്ത നൂറ്റാണ്ടിലെത്തുമ്പോൾ പുകവലി ഉപേക്ഷിക്കുമെന്ന്. ഭാരതത്തിൽ ചില ഭ്രാന്ത ചിന്തകളുണ്ട്. ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് പുനർവിവാഹം ചെയ്താൽ എല്ലാ ദോഷങ്ങളും മാറുമെന്ന് കരുതുന്നവരുടേത് ഇത് മറ്റൊരു ഭ്രാന്ത്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ കരുതിയിരുന്നു ഇത്തരം ഭ്രാന്ത് പ്രവൃത്തിയിലെ ഒരു പ്രധാന ഘടകമാണെന്ന്. പക്ഷേ ഞാൻ വളർന്നപ്പോൾ അത് ശരിയല്ലെന്ന് കണ്ടെത്തി. ആളുകളെയെല്ലാം വഞ്ചിക്കുന്ന ഒരാളുണ്ടെന്ന് വയ്ക്കുക. അയാളെ വിശ്വസിക്കുവാൻ കൊള്ളില്ല. അയാളിൽ നിന്നും സ്ത്രീകൾക്ക് രക്ഷയില്ല. ഒരുപക്ഷെ ഈ തെമ്മാടി മദ്യപിക്കില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ എല്ലാ മനുഷ്യൻ്റെ സ്വാഭാവികമായ സ്വാർത്ഥത കൊണ്ടും സ്വപക്ഷപാതം കൊണ്ടും മാത്രമാണ്. 100-ൽ 99 സംഭവങ്ങളിലും ഇത്തരം ഭ്രാന്തന്മാർക്ക് കരൾ രോഗമോ അജീർണമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള രോഗമുണ്ടാകും. ചികിത്സകർ പോലും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം ഭ്രാന്ത് ഒരു തരം രോഗമാണെന്ന്. ഞാൻ ഒട്ടേറെ പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈശ്വരനാണ് എന്നെ അതിൽ നിന്നും രക്ഷിച്ചത്. എൻ്റെ അനുഭവം ഇതാണ്: ഇത്തരത്തിലുള്ള എല്ലാ ഭ്രാന്തുകളും ഉപേക്ഷിക്കണം. ലോകം അതിമന്ദമായാണ് പോകുന്നത്. അതങ്ങനെ തന്നെ പോകട്ടെ. നമ്മൾ എന്തിനു തിരക്കുകൂട്ടണം? സുഖമായി ഉറങ്ങുക, ഞരമ്പുകളെ നന്നായി പരിപാലിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ലോകത്തോട് അനുഭാവം കൊള്ളുക. ഭ്രാന്തുകൾ, വൈരം അത് ശാന്തമായിക്കൊള്ളും. ഭ്രാന്തന്മാരുടെ ഇഷ്ടത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടതെന്ന്, അനുഭാവം കൊള്ളത് എങ്ങനെയാണ് എന്ന്. നിങ്ങൾ എത്രമാത്രം കൂടുതൽ സ്നേഹവും അനുഭാവവും ആർജിക്കുന്നുവോ കുറഞ്ഞ തോതിലെ നിങ്ങൾ പാവങ്ങളെ അപലപിക്കൂ. അവരുടെ പോരായ്മകളിൽ നിങ്ങൾക്ക് അനുഭാവം തോന്നാം. ഒരിക്കലൊരു രാജാവ് തൻ്റെ രാജ്യ തലസ്ഥാനം അയൽ രാജാക്കന്മാർ വളഞ്ഞു പിടിക്കാൻ പോകുന്നുവെന്നറിഞ്ഞ് അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്ത് ശത്രുവിൽ നിന്നു രാജ്യത്തെ എങ്ങനെ രക്ഷിക്കാമെന്ന് ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചു. എഞ്ചിനീയർമാർ പറഞ്ഞു, തലസ്ഥാനത്തിന് ചുറ്റും മണ്ണുകൊണ്ടുള്ള കൂറ്റൻ മതിൽ പണിത് ആഴത്തിലുള്ള കിടങ്ങുകൾ കുഴിക്കണമെന്ന്. മരപ്പണിക്കാർ നിർദ്ദേശിച്ചത് തടി കൊണ്ടുള്ള മതിൽ ഉണ്ടാക്കണമെന്നാണ്. ചെരുപ്പുണ്ടാക്കുന്നവരും പറഞ്ഞു മതിൽ പണിയാം, പക്ഷെ തോല് കൊണ്ടാവണം എന്ന്. തോല് പോലെ ശക്തമായൊന്നില്ല എന്ന് അവർ വാദിച്ചു. എന്നാൽ കൊല്ലപ്പണിക്കാരൻ അലറി, ഇരുമ്പ് പോലെ ശക്തമായത് മറ്റൊന്നില്ല, മതിൽ ഇരുമ്പ് കൊണ്ട് വേണമെന്നും. നിയമജ്ഞരുടെ ഊഴം വന്നപ്പോൾ അവർ പറഞ്ഞത് മറ്റൊരുത്തൻ്റെ സ്വത്തിലും സ്ഥലത്തും കിടക്കുന്നത് നിയമവിരുദ്ധമാണെന്ന കാര്യം ശത്രുവിനെ നിയമപരമായി പറഞ്ഞ് മനസ്സിലാക്കണം. ഒടുവിൽ പുരോഹിതന്മാർ വന്നു. മുമ്പെല്ലാവരെയും പരിഹസിച്ചും ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങളെല്ലാം ചിത്തഭ്രമം പിടിച്ചവരെ പോലെയാണ് സംസാരിക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിനെ യാഗത്തിലൂടെ പ്രീതിപ്പെടുത്തുകയാണ്. എങ്കിലേ നമുക്ക് അപ്രത്യക്ഷരാകാൻ കഴിയൂ. രാജ്യത്തെ സംരക്ഷിക്കുവാൻ പ്രതിരോധിക്കുന്നതിനു പകരം അവർ തമ്മിൽ തർക്കിച്ച് പോരാടി. അതിനിടെ ശത്രു മുന്നേറ്റം നടത്തി നഗരം ആക്രമിച്ചു. അങ്ങനെയാണ് ആളുകൾ. സ്വാമിജി അനുഭവത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ചില ഭ്രാന്തുകൾ നാം ഉപേക്ഷിക്കേണ്ടതിനെ കുറിച്ച്. ചിലതിന് നാം അടിമയാകുന്നു. അതിൽ ഭ്രാന്തന്മാരായി തീരുമ്പോൾ അത് മാത്രം ശരിയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നത് സമാജത്തിനു കൂടി തോന്നുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കണം. എൻ്റെ ശരികൾ എൻ്റേതു മാത്രമായി ഒതുങ്ങിപ്പോകുന്നതാണ് എപ്പോഴും സമാജത്തെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം. എൻ്റെ ശരികളും സമാജത്തിൻ്റെ ശരികളും താദാത്മ്യം പ്രാപിച്ചു പോകുമ്പോൾ മാത്രമേ ഞാനും സമാജവും സമന്വയ രൂപത്തിൽ പോവുകയുള്ളൂ. എൻ്റെ ശരികളെ സമാജത്തിൻ്റെ ശരികളുമായിട്ട് താദാത്മ്യം ചെയ്തുകൊണ്ട് എൻ്റെ ശരികളിൽ വേണമെങ്കിൽ ചില നീക്കുപോക്കുകൾ വരുത്തുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ സമാജവും എനിക്കും മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ഒരു രാജ്യത്തിന് അപകടം സംഭവിച്ചപ്പോൾ പല മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ മേഖല മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു. ശത്രു ആക്രമിച്ചു, രാജ്യത്തെ കീഴ്പ്പെടുത്തി എന്ന് സ്വാമിജി ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നു. ഇവിടെയാണ് പൊതുവായ ഒരു ശത്രു ഒരു രാജ്യത്തിനുണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ ഉള്ളിലെ സകല അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നിലും ഭ്രമിച്ചു പോകാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ അപകടത്തെ തരണം ചെയ്യുവാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ഈ ഭ്രമത്തെ ഉപേക്ഷിക്കണം.
ഞാൻ പറഞ്ഞ ഇരുമ്പ് കൊണ്ടുള്ള കവാടം മാത്രമാണ് ശരി, മതിൽ പണിയുമ്പോൾ ഇരുമ്പ് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അത് കല്ല് മാത്രമായിരിക്കണം എന്ന് കൽപ്പണിക്കാരൻ, ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരരുത്. ഇവിടെയാണ് വ്യക്തിയുടെ ഭ്രമം സമാജത്തിൻ്റെ, നാടിൻ്റെ, രാഷ്ട്രത്തിൻ്റെ പൊതു താല്പര്യത്തിന് മേലെയാകരുത്. അതിനെ സമന്വിത രൂപത്തിൽ കൊണ്ടുപോകുവാൻ സ്വാമിജി നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. സ്വാമിജിയുടെ മറ്റൊരു വചനവുമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.